വിശുദ്ധ റമദാൻ മാസമായാൽ നമ്മുടെ കൂട്ടത്തിൽ കൂടുതൽ ആളുകളും അത്താഴം കഴിക്കുന്ന വിഷയത്തിൽ വലിയ അശ്രദ്ധവാന്മാരാണ്. രാത്രി സമയങ്ങളിൽ എന്തെങ്കിലും ചെറിയ ഫുഡ് കഴിച്ചുകൊണ്ട് അത്താഴം പാടെ ഒഴിവാക്കുന്നവരുണ്ട്. എന്നാൽ അവരുടെയെല്ലാം പ്രത്യേകമായ ശ്രദ്ധയ്ക്ക് ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമ്മുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു, തസഹറു ഫഇന്ന ഫി സഹൂരി ബറക, നിങ്ങൾ ധാരാളം അത്താഴം കഴിക്കുക, കാരണം അതിൽ വലിയ ബറക്കത്തും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അഭിവൃദ്ധിയും ഉണ്ടാകുമെന്ന് നബി തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നാലോ ചില ആളുകൾ സുബഹി ബാങ്ക് വരെ നീട്ടി വലിച്ചുകൊണ്ട് പക്ഷെ അത്താഴം കഴിക്കാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല അത്താഴം കഴിക്കേണ്ടത്. സെയ്ദ് ബിൻ സാബിത് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, തസഹർന മഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുമ്മ ഖാമ ഇല സ്വലാത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സഹാബികളായ നമ്മൾ അത്താഴം കഴിച്ച് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ സമയത്ത് ഖുൽതു കംകാന ബൈനൽ അദാനി വസ്സുഹൂരി, നബിയെ ബാങ്കിന്റെയും അത്താഴത്തിന്റെ ഇടയിൽ എത്രമാത്രം ഗ്യാപ്പ് വേണം, അതിൽ എത്രമാത്രം ഇടവേണമെന്ന് നബി തങ്ങളോട് സെയ്ദ് ബിൻ സാബിത് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ കാല ഖദറു 50 ആയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാങ്കിന്റെയും സുബൈ ബാങ്കിന്റെയും അത്താഴത്തിന്റെയും ഇടയിലായി 50 ആയത്ത് ഓതുന്ന ഒരു ഗ്യാപ്പ്, ഒരു ഖദർ, ആ ഒരു അളവ് വേണമെന്ന്